നല്ല ചൂടായതുകൊണ്ട് നമ്മൾ കുറച്ച് കുക്കുംബറും ക്യാരറ്റും കൂടി അരിഞ്ഞ് വെച്ചത് കഴിക്കാൻ വേണേ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ചിൽ നിന്നും ഇത്തിരി വിഭവസമൃദ്ധമായ ലഞ്ചായിരിക്കും. അത് കഴിഞ്ഞ് ഡെസേർട്ട് കാര്യങ്ങൾ, സ്പെഷ്യൽ ഡിഷുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം വെറൈറ്റിയാണ്. എൻ്റെ ഫേവറേറ്റ് ഞാൻ തന്നെ സെറ്റപ്പാക്കിയെടുത്ത കുറച്ച് സംഭവങ്ങളാണ്. പിന്നെ നമ്മൾ കുറച്ച് ചോറിനാൻ പോകണം. നല്ല തടിയൻ മീനൊക്കെ ആയിട്ട്. മീൻ പൊടിഞ്ഞു പോയെന്ന് തോന്നണേ. നല്ല കരിമീൻ പോലത്തെ നല്ല തടിയൻ മീനായിരുന്നു ഇത്. തടിയൻ മീനെയൊക്കെ കഴിക്കാൻ പോവാണ് നമ്മൾ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കരിമീനല്ല, പക്ഷേ എന്താ മീനെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ കരിമീനിൻ്റെ ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സൈഡ് ഡിഷും കൂടെ ഉണ്ട്. ഇത് ചക്കക്കുരു മുരിങ്ങ തോരൻ. എല്ലാവിധ ന്യൂട്രിയൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉള്ള ഒരു സംഭവമല്ല നമ്മുടെ മുരിങ്ങ. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. ഇനി നമ്മൾ കഴിക്കാം. നമ്മൾ ചോറ് കഴിച്ച് കഴിയാറായിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നേ. നല്ല മീൻകറി, നല്ല തോരൻ കറി. ഈ മീൻ അടിപൊളിയാട്ടോ. ഭയങ്കര ഫ്ലഷി ആയിട്ട് നല്ല ടേസ്റ്റ്. ഇച്ചിരി മുള്ളു കൂടുതലുണ്ട് ചില സ്ഥലങ്ങളിൽ. അത് ഭയങ്കര സൂപ്പർ മീനാണ്. നമ്മൾ ചോറിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ കൂട്ടി ഇളക്കി ഇങ്ങനെ കഴിക്കാൻ എന്തോ ടേസ്റ്റാണെന്നറിയാം. ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് ചെറിയൊരു മധുരത്തിന് വേണ്ടി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച, ഇത് മോർണിംഗ് സോക്ക് ചെയ്ത് വെച്ചാണ്. കുറച്ച് ബദാമും കുറച്ച് ഈന്തപ്പഴവും പിന്നെ പാലും കൂടി സോക്ക് ചെയ്ത് വെച്ച് നമ്മൾ ഇതാകുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സ്വീറ്റാണല്ലോ. അതുകൊണ്ട് നമ്മളിന്ന് കഴിക്കാൻ പോകണം. അടിപൊളി, നല്ല ജ്യൂസി ആയിട്ടുണ്ട് ഈ മിക്സ്. ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ കുറച്ച് നല്ല പഴുത്ത മാങ്ങ കഴിക്കാൻ പോവാണ്. നമ്മുടെ മുറ്റത്തെ മാവിൽ നിന്ന് കിട്ടിയതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കാൻ ഓരോന്നായിരുന്നു. ഭയങ്കരമായിട്ട് പഴുത്ത് പോയിട്ട് ജാമായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന മാങ്ങയേക്കാളും ഭയങ്കര ടേസ്റ്റ് കൂടുതൽ തന്നെ. പുളിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. ഭയങ്കര മധുരമാണ്. നല്ല ടേസ്റ്റ്. ഒരു പ്രത്യേക തന്നെ മധുരമാണ്. കണ്ടില്ലേ, ഭയങ്കരമായിട്ട് പഴുത്ത് പോയി. എന്നാലും ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ പഴുത്ത മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഓട്സ് ദോശ എടുത്ത് കഴിക്കാൻ പോകണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഓയിലൊന്നും വേണ്ട. ജസ്റ്റ് നോൺ സ്റ്റിക്ക് പാനിൽ വെച്ചിങ്ങനെ മൂടി വെച്ചിട്ട് ഒന്നങ്ങനെ ആക്കിയിടുതാൽ മതി. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇത്. ഒരു ഡെസേർട്ടൊക്കെ പോലെ നമ്മൾ ഓട്സ് പഴമൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു ഡെസേർട്ടൊക്കെ പോലെ നമുക്ക് കഴിക്കാം. നമ്മൾ ഇന്ന് ഇത് കഴിക്കാൻ പോകട്ടോ. കണ്ടില്ലേ, സൂപ്പറല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. ആഹാ, പൊളി ടേസ്റ്റും സൂപ്പറാണ്, ഹെൽത്തിയാണ്. ഒരു സംഭവം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകണം. എന്താണെന്നറിയോ, നമ്മുടെ ഫേവറേറ്റ് സ്ഥിരം പാൽപ്പൊടി. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാം. എന്തിൻ്റെ ഇങ്ങനെ പാൽപ്പൊടിയുടെ കൂടെ എന്ത് മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊരു ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതിങ്ങനെ എടുത്തിട്ട് പാൽപ്പൊടി ഇങ്ങനെ മുക്കി ഫുള്ള് പാൽപ്പൊടിയാക്കണം. എന്നിട്ട് കഴിക്കാം. നല്ല ക്രിസ്പി ആൻഡ് നല്ല ഒത്തിരി മധുരമില്ല, എന്നാൽ ഇച്ചിരി മധുരമുള്ള സൈസ് ഒരു സ്വീറ്റ് പോലെയാവും. ഭയങ്കര ഫീലാണ്, ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് തുളസി ഇലയും പിന്നെ വേറെ ഐറ്റവും കൂടി ഇട്ട് ഒരു ചായ ഉണ്ടാക്കാൻ പോകും. കുറച്ച് തുളസി ഇല, പിന്നെ അതുകൊണ്ട് കുറച്ച് പനിക്കൂർക്ക ഇല, ഇത്ര മതി കേട്ടോ. രണ്ടും കൂടി ഇട്ട് നമ്മൾ നല്ല ഒരു ഹെർബൽ ടീ, വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ട്. അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ പിന്നെ ഫുള്ളായിട്ട് ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെർബൽ ടീ.
നമ്മൾ തേയിലയിട്ട് നമ്മൾ ഇലകളിടാൻ പോകണം. വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. ഇത് നമ്മൾ വൈകിട്ട്ലി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സൂപ്പർ ഹെർബൽ ടീ ആണ്. വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ടീ ആണ്. ഇതിന് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അത് ഞാൻ പിന്നീട് സ്പെഷ്യലായിട്ടൊരു വീഡിയോ ആയിട്ട് ഇടാം.